ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മെയ് മാസത്തെ 2ാമത്തെ ഞായറാഴ്ചയിൽ നമ്മൾ ആരാധനയ്ക്കായിട്ട് ഭവനങ്ങളിൽ ഒരുമിച്ച് കൂടുകയാണല്ലോ. ഭവനത്തിൽ ഇരുന്നുള്ള നമ്മുടെ ആരാധനയിൽ എല്ലാവരും സജീവമായി ഈ ആരാധനയിൽ പങ്കെടുക്കണം എന്ന് ആമുഖമായി ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ വേദപുസ്തകവും അതുപോലെ തന്നെ ആരാധനാക്രമവും നമ്മൾ ഉപയോഗിക്കുന്നുവെങ്കിൽ നമ്മുടെ ആരാധനയിൽ പങ്കുകൊള്ളുന്നത് കൂടുതൽ നമുക്ക് അർത്ഥവത്തായി ഈ ആരാധനയിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വേദഭാഗങ്ങൾ വായിക്കുമ്പോഴും ആരാധനയുടെ ഭാഗങ്ങൾ പങ്കെടുക്കുമ്പോഴും ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ആരാധനാക്രമവും വേദപുസ്തകവും ഉപയോഗിച്ച് ആരാധനയിൽ പങ്കെടുക്കണം എന്ന് സ്നേഹത്തോട് ഞാൻ അഭ്യർത്ഥിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു തലകളെ വണക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ കരുതുകയും ചെയ്യുന്ന സ്വർഗീയ നല്ല പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മെയ് മാസത്തിൻ്റെ 2ാമത്തെ വിശുദ്ധ ദിവസത്തിലേക്ക് എത്തുവാൻ ഞങ്ങൾക്ക് ആരോഗ്യവും സാഹചര്യങ്ങളുമൊക്കെ അവിടെ നൽകിയതിനായി സ്തോത്രം ചെയ്തു. അങ്ങയുടെ പാദപീഠത്തിൽ നിന്ന് അങ്ങേ ആരാധിപ്പാൻ തക്കവണ്ണം അടിയങ്ങളെ ഭവനത്തിൽ അവിടുന്ന് ശക്തീകരിക്കണമേ. ഞങ്ങളുടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പാർക്കുന്ന എല്ലാവരും ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ അത് ഞങ്ങൾക്ക് ആശ്വാസത്തിനും സൗഖ്യത്തിനും സമാധാനത്തിനും കാരണമായി തീരണമേ. ആരാധനയിലുടനീളം തിരുസാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും യേശു രക്ഷയുടെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണമേ. ഞാൻ കീർത്തനങ്ങൾ 24-ാം കീർത്തനത്തിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ചരണം നമുക്ക് ചേർന്ന് പാടാം. കീർത്തനം 24-ന്റെ ആദ്യത്തെയും അവസാനത്തെയും ചരണം. നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു. നീ നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നാശമില്ലാത്തവകാശവും യേശുവിൻ ഭാഗ്യസന്നിധിയും നീതിയിൻ വാടമൂടിയതും നിൻ മക്കൾക്കും സ്വർഗ്ഗേ ലഭിക്കും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ത്രിത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ.
നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് നിന്നിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയാവരങ്ങളെ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്തസമയം ദൈവിക കാര്യങ്ങൾ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തികയ്ക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്നവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവത്തിലും നമുക്ക് അതുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവാസന്നിധിയിലേക്ക് ഉയർത്തി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതായിട്ടുള്ള എല്ലാ കുറവുകളെയും കുറ്റങ്ങളെയും ഏറ്റുപറഞ്ഞുകൊണ്ട് പാപക്ഷമയ്ക്ക് വേണ്ടി സർവശക്തനായ ദൈവത്തോട് നമുക്ക് വിനയമായി അപേക്ഷിക്കാം. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ നിൻ്റെ വഴിയിൽ നിന്ന് തെറ്റി ചിനിയിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളെയും വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിൻ്റെ വിശുദ്ധ കൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്യരുതാത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യവുമില്ല. അരിഷ്ടന്മാരായി കുറ്റക്കാരായി ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, തങ്ങളുടെ പിഴകൾ ഏറ്റുപറയുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നീ മനുഷ്യവർഗത്തോട് അറിയിച്ചിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം അനുതപിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നിന്റെ പരിശുദ്ധ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഞങ്ങൾ ഇനിമേൽ ദൈവഭക്തിയോടും നീതിയോടും സുബോധത്തോടും നടക്കേണ്ടതിന് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. ആമേൻ. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്തമനസ്സോടെ നിന്നെ സേവിപ്പാനായിട്ട് അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവവചന ശുശ്രൂഷ. കർത്താവിനെ സ്തുതിപ്പീൻ. 95-ാം സങ്കീർത്തനം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വാക്യപ്രതിവാക്യമായി ചൊല്ലാം. 95-ാം സങ്കീർത്തനം. വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി, കരയും അവൻ്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവൻ്റെ കൈക്കലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. നദിപ്പോൾ പ്രകാരം തന്നെ. ആമേൻ. 1-ാം പാഠം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രയേൽ മക്കൾ തല ഉയർത്തി മിസ്രയീമ്യർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രയേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അവർ മോശയോട്, മിസ്രയീമിൽ ശവക്കുഴിയിൽ ഇല്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നത്? നീ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? മിസ്രയീമ്യർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടേണം എന്ന് ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ? മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രയീമ്യർക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. അതിനെ മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ.
നിങ്ങളിന്ന് കണ്ടിട്ടുള്ള മിസ്രൈമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ മോശയോട് അരുളിച്ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുമ്പോട്ട് പോകുവാൻ ഇസ്രയേൽ മക്കളോട് പറക. വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്ക. ഇസ്രയേൽ മക്കൾ കടലിൻ്റെ നടുവേ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു പോകും. എന്നാൽ ഞാൻ മിസ്രൈമ്യരുടെ ഹൃദയത്തെ കഠിനമാക്കും, അവർ ഇവരുടെ പിന്നാലെ ചെല്ലും. ഞാൻ ഫറവോനിലും അവൻ്റെ സകല സൈന്യത്തിലും അവൻ്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തും. ഇങ്ങനെ ഞാൻ ഫറവോനിലും അവൻ്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ യഹോവയാകുന്നു എന്ന് മിസ്രൈമ്യർ അറിയും. അനന്തരം ഇസ്രയേലിയരുടെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. മേഘാസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് മാറി പിമ്പിൽ പോയി നിന്നു. രാത്രി മുഴുവനും മിസ്രൈമ്യരുടെ സൈന്യവും ഇസ്രയേലിയരുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ വന്നു. അവർക്ക് മേഘവും അന്ധകാരവും ആയിരുന്നു, ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. ഒന്നാം പാഠഭാഗം അവസാനിക്കുന്നു. രണ്ടാം പാഠം അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായം 19 മുതൽ 34 വരെയുള്ള ദൈവത്തിൻ്റെ തിരുവചനങ്ങളെ ശ്രദ്ധിപ്പിൻ. അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായം 19 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. അവളുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിൻ്റെ ആശ പോയിപ്പോയത് കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ചു ചന്താസ്ഥലത്തെ പ്രമാണികളുടെ അടുക്കലേക്ക് വലിച്ചു കൊണ്ടുപോയി അധിപതികളുടെ മുമ്പിൽ നിർത്തി. യഹൂദന്മാരായ ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി റോമാക്കാരായ നമുക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും ന്യായമല്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു. പുരുഷാരവും അവരുടെ നേരെ ഇളകി. അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞ് കോൽ കൊണ്ട് അവരെ അടിപ്പാൻ കൽപ്പിച്ചു. അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗൃഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്ത് തടവിൽ ആക്കി അവരുടെ കാൽ ആമത്തിൽ ഇട്ട് പൂട്ടി. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. കാരാഗൃഹ പ്രമാണി ഉറക്കമുണർന്ന് കാരാഗൃഹത്തിൻ്റെ വാതിൽക്കൽ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലോസ്, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ വെളിച്ചം ചോദിച്ചകത്തേക്ക് ചാടി ഉറച്ചും കൊണ്ട് പൗലോസിൻ്റെയും ശീലാസിൻ്റെയും മുമ്പിൽ വീണു. അവരെ പുറത്ത് കൊണ്ടുവന്നു. യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അവർ പറഞ്ഞു. പിന്നെ അവർ കർത്താവിൻ്റെ വചനം അവനോടും അവൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ട് അവരുടെ മുറിവുകളെ കഴുകി. താനും തനിക്കുള്ളവരിൽ എല്ലാവരും താമസിയാതെ സ്നാനം ഏറ്റു. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീഴടക്കം ആനന്ദിച്ചു. രണ്ടാം പാഠം അവസാനിക്കുന്നു. വിശുദ്ധ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമാസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്ന് മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. ക്രിസ്തുവിൻ്റെ സുവിശേഷം.
ക്രിസ്തീയ ഗീതങ്ങൾ 456 ഗീതത്തിന്റെ ആദ്യത്തെയും അവസാനത്തെ 2 ചരണങ്ങളും നമുക്ക് പാടാം. ഗീതം 456 ആദ്യത്തെയും അവസാന 2 ചരണവും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിലാശ്രയിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിലാഗ്രഹിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ. ലോകത്തിൽ ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടമാകിലും ലോകക്കാർ നിത്യം ദുഷിച്ചിടിലും പൊന്നേശുവേ, ലോകക്കാർ നിത്യം ദുഷിച്ചിടിലും പൊന്നേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പരനെ, നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ. നമുക്ക് പ്രാർത്ഥിക്കാം. അളവുകൾ കൂടാതെ അടിയങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല കർത്താവേ, തിരുസന്നിധിയോട് അടുത്തു വരുവാനും അങ്ങയെ ആരാധിക്കുവാനും ഈ വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് അവിടുന്ന് തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഭവനങ്ങളിലുള്ള ആരാധനയിൽ തിരുസാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ആരാധനാമധ്യമുള്ള ഞങ്ങളുടെ ദൈവവചന ധ്യാനം ഞങ്ങൾക്ക് അനുകൂലകരമാക്കി അവിടുന്ന് നൽകണം. പ്രത്യേകാൽ ഭാരവും വേദനയും ആശങ്കകളും നിറഞ്ഞതായിട്ടുള്ള ഈ ലോകത്തിൽ ആശ്വാസവും സമാധാനവും സൗഖ്യവും പ്രാപിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നു. അങ്ങയുടെ പ്രിയ മക്കളുടെ ധ്യാനവും അടിയന്റെ വായിലെ വാക്കുകളും തിരുനാമത്തിന് എന്നേക്കും പ്രസാദകരമായിരിക്കണമെന്ന് യേശു രക്ഷകന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണമേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ വിശുദ്ധ ദിവസം നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ, ഭവനങ്ങളിൽ ഒരുമിച്ച് ആരാധനാ സമയം ചെലവഴിക്കുവാൻ നമുക്ക് ദൈവം അവസരം തന്നതോർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തു. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ ഭവനങ്ങളിൽ ആയിരുന്നു. ലോക രാജ്യങ്ങൾ ഈ പകർച്ചവ്യാധിയുടെ ഭീതിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന വിടുതലിനായി നമുക്ക് ദൈവത്തിന് ആത്മാർത്ഥമായി സ്തോത്രം ചെയ്യാം. സഭയുടെ, നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥന, ശക്തമായിട്ടുള്ള പ്രാർത്ഥന ഈ ദിവസങ്ങൾ വീണ്ടും ഉണ്ടാകണം. പ്രത്യേകാൽ ഈ ദിവസങ്ങളിൽ വിദേശത്തു നിന്ന് നമ്മുടെ സംസ്ഥാനത്തേക്ക് നമ്മുടെ സഹോദരങ്ങൾ എത്തുന്നു. അവരും ഇവിടെ ചെലവഴിക്കുന്ന സമയങ്ങളിൽ രോഗവ്യാപനം ഉണ്ടാകാതെ അത് കാത്തു സൂക്ഷിക്കുവാനായിട്ട് എല്ലാ തരത്തിലുള്ള ദൈവിക ഇടപെടലും ഉണ്ടാകണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് സഭ ചിന്തിക്കുന്നതായിട്ടുള്ള വിഷയം ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളത് ഏക മാർഗമാണ് എന്നുള്ളതാണ് സഭ ഇന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള വിഷയം. അതിന് അടിസ്ഥാനപരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള വേദഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് വായിച്ച് കേട്ടത്. പുറപ്പാട് പുസ്തകത്തിലും അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിലും കണ്ടതായിട്ടുള്ള ഭാഗം പാട്ടുകാരൻ പാടിയിട്ടുള്ളതായിട്ടുള്ള സംഭവങ്ങൾ വിവരിക്കുന്നതായിട്ടുള്ള ഭാഗമാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നതായിട്ടുള്ള സുവിശേഷ വേദഭാഗവും ക്രിസ്തുവിന്റെ മാർഗത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതായിട്ടുള്ള പശ്ചാത്തലമാണ്. ഒരിക്കൽ വിളവ് എടുക്കാനായിട്ട് തയ്യാറായതായിട്ടുള്ള ഒരു കർഷകൻ തൻ്റെ പാടത്ത് വിളവെടുക്കാനായിട്ട്, കൃഷിയുടെ ഫലം എടുക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ ഈ വിളകൾ നശിപ്പിക്കുന്നതായിട്ടുള്ള കിളികളുടെ ശല്യം അദ്ദേഹം ശ്രദ്ധിച്ചു. ഈ കിളികളെ നശിപ്പിച്ചില്ല എങ്കിൽ, അവരെ മാറ്റിയില്ല എങ്കിൽ തൻ്റെ വിളകൾ നശിച്ചു പോകും എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കി. അദ്ദേഹം ഒരു കെണി ഒരുക്കി, വല വിരിച്ച് രാത്രി വല ഒരുക്കി കിളികളെ പിടിക്കുവാനായിട്ട് ഈ കർഷകൻ തീരുമാനിച്ചു. അതിനായി അദ്ദേഹം ഒരു രാത്രിയിൽ വല വിരിച്ചു. കിളികളെല്ലാം അതിനകത്ത് അകപ്പെടുവാനായിട്ടുള്ള ഒരു സാഹചര്യം അദ്ദേഹം ഒരുക്കി. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം തൻ്റെ കൃഷി സ്ഥലത്ത് എത്തി. അദ്ദേഹം താൻ വിരിച്ചായിട്ടുള്ള കിളികളെ പിടിക്കുവാനായി വിരിച്ചതായിട്ടുള്ള വല അദ്ദേഹം നോക്കി.
ധാരാളം കിളികൾ ഈ വലയിൽ അദ്ദേഹം ഒരുക്കിയതായിട്ടുള്ള വലയിൽ അകപ്പെട്ടിട്ടുണ്ട്. ഈ കിളികളുടെ കൂടെ ഒരു കൊക്ക് കൂടി ആ വലയിൽ വീണിട്ടുണ്ട്. ഈ കൊക്ക് കിളികളുടെ കൂടെ വലയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഈ വലയിൽ അബദ്ധത്തിൽ വീണതാണ്. കാരണം ഞാൻ ധാന്യക്കതിർ ഒന്നും ഈ കൃഷി വിളവിന്റെ കതിർ ഒന്നും ഞാൻ തിന്നില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാനിവിടെ വന്നത് മീൻ പിടിക്കാനായിട്ട്, മീൻ തേടി വന്നതാണ് ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. കിളികളുടെ കൂടെ കൂടിയതുകൊണ്ട് ഞാൻ ഈ വലയിൽ പെട്ടുപോയതാണ്. കർഷകൻ ഈ കൊക്കിനോട് പറഞ്ഞു, നിനക്ക് അങ്ങനെ തന്നെ വേണം. കിളികൾ പിടിക്കപ്പെട്ടത്, കിളികൾ ഈ വലയിൽ അകപ്പെട്ടത് കതിരുകൾ തിന്നുന്നതിൻ്റെ പേരിലാണ്. എന്നാൽ നീ പിടിക്കപ്പെട്ടത്, ഈ വലയിൽ അകപ്പെട്ടത് കിളികളുടെ കൂടെ ചങ്ങാത്തം കൂടിയതിൻ്റെ പേരിലുമാണ്. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നാം കാത്തു സൂക്ഷിക്കണം എന്നും അല്ലാത്ത ബന്ധങ്ങൾ നമുക്ക് അപകടം പതിയിരിപ്പുണ്ട് എന്ന്, അപകടം നമുക്ക് സമ്മാനിക്കും എന്ന്, അതിനുള്ള സാധ്യതയുണ്ട് എന്നും ഈ കഥ പഠിപ്പിക്കുന്നതായിട്ടുള്ള ഒരു സന്ദേശമാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളത് ജീവിതത്തിലെ ഏക മാർഗമാണ് എന്ന് സഭ ഇന്ന് ചിന്തിക്കുമ്പോൾ, ഈ വിശ്വാസത്തിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു എന്നുള്ള, നമ്മുടെ ബന്ധങ്ങളുടെ അടിസ്ഥാനം വിശ്വാസമാണ്. നമ്മുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. ഇവിടെ ഒന്നാം പാഠഭാഗമായി നാം വായിച്ചു കേട്ട ഇസ്രയേൽ മക്കളുടെ യാത്രയിൽ അവിടുത്തെ പുറപ്പാട് പുസ്തകത്തിൽ വിവരിക്കുന്നതായിട്ടുള്ള വേദവചനം തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇസ്രയേൽ മക്കളെ, അവരെ ഭയത്തിൽ നിന്ന് വിടുവിച്ച് പ്രതിസന്ധിയിൽ ദൈവിക വഴികൾ തുറന്ന് അവരെ നടത്തുന്നതായിട്ടുള്ള വിധമാണ്. അതിൻ്റെ വിവരണമാണ് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. അവരെ ഭയത്തിൽ നിന്ന് അവർക്ക് മുമ്പോട്ട് പോകുവാൻ മാർഗമില്ലാതെ വലിയ ശക്തമായിട്ടുള്ള പ്രതിസന്ധിയിൽ ആയിരുന്ന സമയത്ത് അതിൽ നിന്ന് അവരെ വിടുവിച്ച് പുതിയ വഴികൾ തുറന്ന് മാനുഷിക ബുദ്ധിയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതും മനസ്സിലാക്കിയിട്ടില്ലാത്തതുമായിട്ടുള്ള പുതിയ വഴികൾ തുറന്ന് അവരെ ഭയത്തിൽ നിന്ന്, പ്രതിസന്ധിയിൽ നിന്ന് വിടുവിക്കുന്നു എന്നുള്ളതാണ്. രക്ഷപ്പെടുവാനായിട്ട് ഒരു മാർഗവും ഒരു സാഹചര്യവും ഇല്ലാത്തതായിട്ടുള്ള തരത്തിലുള്ള പ്രതിസന്ധിയുടെ മധ്യത്തിൽ അവിടെ മോശ ജനത്തോട്, ഒരുപക്ഷെ പിറുപിറുക്കുന്നതായിട്ടുള്ള ഈ ജനത്തോട് അവരോട് പറയുന്നത് ഭയപ്പെടേണ്ട, ഉറച്ച് നിൽപ്പിൻ എന്നുള്ളതാണ്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ടതായിട്ട് വചനത്തിൽ മോശ ജനത്തോട് പറയുന്നു. ഭയത്തിന്റെ മധ്യത്തിൽ, പ്രതിസന്ധിയുടെ മധ്യത്തിലായിരിക്കുന്ന ജനത്തോട് പറയുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, ഉറച്ച് നിൽപ്പിൻ എന്നുള്ളതാണ്. ഈ ദൈവ ശബ്ദം, ഈ ഇമ്പകരമായിട്ടുള്ള ദൈവ ശബ്ദം ഈ നാളുകളിൽ കേൾക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഞാൻ പല ഈ ആഴ്ചകളിലൊക്കെയുള്ള ആരാധനകളിൽ ദൈവവചന മധ്യത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ വിദൂരത്തായിരിക്കുന്ന നമ്മുടെ മക്കളെയും കുടുംബാംഗങ്ങളെയും ഓർത്ത് ഭാരപ്പെടുന്നതായിട്ടുള്ള, ഭയപ്പെടുന്നതായിട്ടുള്ള പശ്ചാത്തലത്തിൽ പലതരത്തിലുള്ള ആകുല ചിന്തകൾ, സാമ്പത്തിക പ്രതിസന്ധി, ജോലി നഷ്ടപ്പെടുന്നതായിട്ടുള്ള വെല്ലുവിളി, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഭയപ്പാടുകൾ നമ്മുടെ മുന്നിൽ ഉള്ളപ്പോൾ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന പോലെ ഇതുവരെ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായിട്ടുള്ള പുതിയ വഴികൾ തുറക്കുവാൻ ഈ ദൈവം ശക്തനാണ് എന്ന് വിശ്വസിക്കാൻ സാധിക്കണം. മോശ ജനത്തോട് പറഞ്ഞതുപോലെ ഭയപ്പെടേണ്ട, ഉറച്ച് നിൽപ്പിൻ എന്നുള്ള ഇമ്പകരമായ ദൈവ ശബ്ദം ഈ പ്രതിസന്ധികളുടെ, ഈ രോഗത്തിന്റെ പശ്ചാത്തലത്തിൽ കാണുവാനായിട്ട്, കേൾക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പ്രതിസന്ധികളിൽ ധൈര്യവും ഉറപ്പും നൽകി നമ്മെ നടത്തുവാൻ ക്രിസ്തു എന്ന ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്നുള്ളത് നാം തിരിച്ചറിയണം. യഹോവ, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം തുടർന്ന് വിവരിക്കുന്നു, യഹോവ മോശയോട് പറയുന്നതും വളരെ ശ്രദ്ധേയമാണ്. മോശ ജനത്തോട് പറഞ്ഞത് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ എന്നുള്ളതാണ്. എങ്കിൽ യഹോവ മോശയോട് പറയുന്നത് മുമ്പോട്ട് തന്നെ പോവുക എന്നുള്ളതാണ്. മുമ്പോട്ട് തന്നെ പോവുക. മുമ്പിലേക്ക് വഴിയില്ല എന്ന് നമുക്കറിയാം. ചെങ്കടലിന്റെ മധ്യത്തിൽ മാനുഷികമായിട്ടുള്ള ഒരു കാഴ്ചയും ഒരു ചിന്തയും ഒന്നും അവിടെ വഴി ഇല്ല. എന്നാൽ ഈ മുമ്പോട്ട് പോകാനായിട്ട് യഹോവ മോശയോട് പറയുമ്പോൾ വഴി ഒരുക്കുന്നത് ദൈവമാണ് എന്നും വഴി ഒരുക്കുന്നതിന് ദൈവികമായിട്ടുള്ള ഒരു പദ്ധതി ഉണ്ട് എന്നും ഈ പുറപ്പാട് പുസ്തകത്തിലെ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ദൈവിക കരുതലിൽ ദൈവത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ മുമ്പോട്ട് പോകാനായിട്ടുള്ള ദൈവിക ശബ്ദം നാം കേൾക്കുമ്പോൾ അടഞ്ഞ വാതിലുകളാണ്, പ്രയാസമാണ്, പ്രതിസന്ധിയാണ് എങ്കിലും മുന്നിലേക്ക് പോകുമ്പോൾ ദൈവത്തിന്റെ പദ്ധതികൾ വളരെ വലുതാണ് എന്ന് അനുഭവിച്ച് രുചിച്ചറിയാനായിട്ട് സാധിക്കും.
ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധിയുടെ രോഗത്തിന്റെ COVID-19 പശ്ചാത്തലത്തിൽ പുതിയ വഴികൾ ഒരുക്കുവാൻ ഈ ദൈവത്തിന് പദ്ധതിയുണ്ടെന്നും ശക്തമാണ് എന്നും നമുക്ക് വഴികൾ തുറന്ന് നടത്തുവാൻ നമ്മുടെ ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കുവാനും അനുഭവിക്കുവാനും സാധിക്കട്ടെ. ക്രിസ്തു എന്ന വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് രക്ഷയുടെ അനുഭവം നമുക്കുണ്ടാകുന്നത് എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ നാം കാണുന്നത്, ഈ ഭാഗത്ത് കാണുന്നത് ഒരു വെളിച്ചപ്പാടത്തി സ്ത്രീയെ നാം കാണുകയാണ്. ഈ സ്ത്രീയെ പൗലോസും ശീലാസും ക്രിസ്തു എന്ന വഴിയിലേക്ക് തിരിച്ചുവിടുകയാണ്. ആ വഴിയിലൂടെ യാത്ര ചെയ്യാനായിട്ട് ആ വഴിയിലേക്ക് അവരെ എത്തിക്കുക. ക്രിസ്തു എന്ന വഴിയിൽ എന്നും നിലനിൽക്കുന്നത് ശാശ്വതമായ സത്യമാണ് എന്നുള്ളതും ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കും. ക്രിസ്തു വഴിയിൽ നിലനിൽക്കുന്നത് സത്യമാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പൗലോസിന്റെയും ശീലാസിന്റെയും മേൽ വന്ന കഠിനമായിട്ടുള്ള എതിർപ്പും അവർക്ക് ലഭിച്ചതായിട്ടുള്ള കാരാഗ്രഹ വാസവും ഈ സ്ത്രീയുടെ മാത്രമല്ല, ഒരു വലിയ ഗണത്തെ തന്നെ യഥാർത്ഥ വഴിയിലേക്കും രക്ഷയിലേക്കും അവരെ നയിച്ചു എന്നുള്ളത്, അതിന് കാരണമായി തീർന്നു എന്നുള്ളത് ഈ സംഭവം അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ വിവരിക്കുന്നു. ഈ സ്ത്രീ മാത്രമല്ല, വലിയൊരു ഗണം, പൗലോസിനും ശീലാസിനും കാരാഗ്രഹവാസവും അവരെ പ്രതിസന്ധി, കഠിനമായിട്ടുള്ള ഒരു വലിയ ജനത്തിന്റെ എതിർപ്പിന് പാത്രമായി തീർന്നു എങ്കിലും ഒരു വലിയ ഗണത്തെ, സ്ത്രീ ഉൾപ്പെടെയുള്ള വലിയ ഒരു ഗണത്തെ വിശ്വാസിയാക്കി ക്രിസ്തു എന്ന മാർഗത്തിലേക്ക് എത്തിച്ചേർക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ നേരിടുന്ന പ്രതിസന്ധികൾ ഒരുപക്ഷെ ക്രിസ്തു മാർഗത്തിലേക്ക് എത്തിച്ചേർക്കുവാനായിട്ടുള്ള ഒരു ഉപാധിയായി നമ്മുടെ ജീവിതത്തിൽ മാറാനായിട്ടുള്ള സാഹചര്യമാണ്. മൂന്നാമത് നമ്മളിവിടെ കാണുന്നത്, ഇന്നത്തെ നമ്മുടെ ജീവിത അനുഭവത്തിൽ നമുക്ക് ശ്രവിക്കുവാൻ സാധിക്കുന്ന ആശ്വാസകരമായിട്ടുള്ള വചനം എന്ന് പറയുന്നു, ആശ്വാസകരമായിട്ടുള്ള വാക്യം എന്ന് പറയുന്നു. സുവിശേഷ വേദഭാഗത്ത് നാം ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം ആരംഭിക്കുമ്പോൾ നമ്മളത് കാണുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ എന്നുള്ളതാണ്. സുവിശേഷ വേദഭാഗങ്ങൾ ഈ യോഹന്നാൻ സുവിശേഷം അതിന്റെ ആദ്യത്തെ വാക്യങ്ങൾ 14-ാം അധ്യായത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതായിട്ടുള്ള സുവിശേഷ വേദവാക്യങ്ങൾ ഈ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമ്മളെ ഉറച്ച വിശ്വാസമുള്ളവരായി നിൽക്കുവാൻ സഹായിക്കട്ടെ. നിങ്ങൾ ഹൃദയം കലങ്ങിപ്പോകരുത്. കലങ്ങിപ്പോകാനായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ദൈവത്തിലും അവനിലുള്ള വിശ്വാസത്തോടെ പോകാം. ക്രിസ്തു തന്റെ സംഭാഷണത്തിലൂടെ തന്റെ ശിഷ്യന്മാർക്ക് നൽകുന്നതായിട്ടുള്ള ക്രിസ്തുവിലൂടെ സാധ്യമാകുന്ന രക്ഷയുടെ അനുഭവത്തിൽ അതിലേക്ക് അവരെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഭാഷണമാണ് അവിടെ നടക്കുന്നത്. നമുക്കറിയാം, കർത്താവ് സാധാരണ പറയുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭാഷണ രീതിയാണ് ഇവിടെ തന്റെ ശിഷ്യന്മാരോട് പറയുന്നതും. ചില വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് അവരോട് പറയുന്നത്. വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ സമാനതകളില്ലാത്തതായിട്ടുള്ള ഒരു ജീവിതാനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഈ ലോകത്തിൽ ക്രിസ്തു മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്ദേശം, ഹൃദയം കലങ്ങിപ്പോൾ ക്രിസ്തു മാർഗം നമുക്ക് നൽകുന്നത് ഹൃദയം കലങ്ങാതെ യാത്ര ചെയ്യാനായിട്ടാണ്. ക്രിസ്തു മാർഗത്തിലൂടെ സഞ്ചരിച്ച് അടഞ്ഞ വാതിലുകൾക്ക് മുമ്പിൽ ദൈവിക പദ്ധതി അനുസരിച്ച് പുതിയ വഴികൾ തുറക്കപ്പെടുന്നത് അനുഭവ വേദ്യമായി തീർന്നു. നമുക്ക് ഈ ക്രിസ്തു മാർഗത്തിലൂടെ സഞ്ചരിച്ച് ഇന്ന് നാം നേരിടുന്നതായിട്ടുള്ള ഈ പ്രതിസന്ധിയിൽ നിന്ന് വലിയ വിടുതൽ പ്രാപിക്കുവാൻ, പുതിയ വഴികൾ തുറന്നു തരുന്ന ദൈവ പദ്ധതിയിൽ ആശ്രയിച്ചുകൊണ്ട് ആ വഴിയിലൂടെ യാത്ര ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമുക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന സംഗതികൾ ചേർന്ന് ചൊല്ലാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിൻ്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, 3-ാം ദിവസം മരിച്ചവന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലികാ സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിൻ്റെ പുനരുദ്ധാനത്തിലും നിത്യാജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ, നിങ്ങളോട് കൂടെയും. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ക്രിസ്തുവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ.
കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. ആ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. ഉയർപ്പിന് പിമ്പ് 4-ാം ഞായറാഴ്ചത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. വഴിയും സത്യവും ജീവനുമാകുന്ന നിന്റെ പുത്രനിൽ കൂടി ഞങ്ങൾക്ക് സ്വയം വെളിപ്പെടുത്തി തന്ന ഞങ്ങളുടെ ജനയിതാവാം ദൈവമേ, അവനിലുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് നിന്റെ വെളിച്ചത്തിൽ നടന്ന നിന്നോടും ഞങ്ങളുടെ സഹോദരങ്ങളോടുമുള്ള സംസർഗത്തിൽ വളരുവാൻ കൃപ ചെയ്യണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകാദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. സമാധാനത്തിന് വേണ്ടിയുള്ള അപേക്ഷ. സമാധാനത്തിൻ്റെ കർത്താവും ഐക്യമത്യത്തിൽ ഇഷ്ടപ്പെടുന്നവനുമായ ദൈവമേ, നിന്നെ അറിയുന്നത് ഞങ്ങളുടെ നിത്യ ജീവനിരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ചു ഞങ്ങൾ യാതൊരു പ്രതിയോഗിയുടെയും ശക്തിയെ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങളിലൊക്കെയും നിന്റെ താഴ്മയുള്ള ദാസരായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. ആമേൻ. കൃപയ്ക്കായുള്ള അപേക്ഷ. സർവശക്തനായ കർത്താവേ, നിത്യ ദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണം കൊണ്ട് ഞങ്ങളിവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിന്റെ കൽപ്പനകൾക്ക് ചേർന്ന ക്രിയകളിലും നടത്തി ശുദ്ധീകരിച്ച് ഭരിപ്പാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. പട്ടക്കാർക്കും ജനങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ ശുശ്രൂഷകന്മാരെ നീതി ധരിപ്പിക്കണമേ. നീ തെരഞ്ഞെടുത്ത ജനങ്ങളെ സന്തോഷിപ്പിക്കണമേ. സർവശക്തനും നിത്യനുമായ ദൈവമേ, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും നിങ്കിൽ നിന്നല്ലോ വരുന്നത്. ഞങ്ങളുടെ എപ്പിസ്കോപ്പമാർ, പട്ടക്കാർ, സഭാപ്രവർത്തകർ എന്നിവരുടെ മേലും അവരുടെ വിചാരണയിലുള്ള ജനങ്ങളുടെ മേലും നിന്റെ കൃപയുടെ സുഖകരമായുള്ള ആത്മാവിനെ അയക്കണമേ. അവർ നിന്നെ സത്യമായി പ്രസാദിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ നിന്റെ അനുഗ്രഹമാകുന്ന നിരന്തരമായ മഞ്ഞ് പൊഴിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കാര്യസ്ഥനും മധ്യസ്ഥനുമായ യേശു മിശിഹായുടെ ബഹുമാനത്തിനായിട്ട് ഇതിനെ നൽകണമേ. ആമേൻ. ക്രിസ്തീയ ഐക്യത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നുവെന്ന് തൻ്റെ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു മിശിഹായെ, ഞങ്ങളുടെ പാപങ്ങളെ അല്ല നിന്റെ സഭയുടെ വിശ്വാസത്തെ ഓർത്ത് നിന്റെ ഇഷ്ടത്തിനനുസരണമായ സമാധാനവും ഐക്യവും നിന്റെ സഭയ്ക്ക് നൽകണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകാദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സൺഡേ സ്കൂളുകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. പൈതങ്ങളെ പരിപാലിച്ചു വളർത്തുവാൻ നിന്റെ വിശുദ്ധ സഭയെ ഫലമേൽപ്പിച്ചിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ ദൈവമേ, എല്ലാ സൺഡേ സ്കൂളുകൾക്ക് വേണ്ടി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അതിൽ പഠിക്കുന്നവരെയും പഠിപ്പിക്കുന്നവരെയും നിന്റെ ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കണമേ. നിന്റെ സത്യത്തെക്കുറിച്ചുള്ള അറിവിൽ അവർ ഉല്ലസിച്ച് നിന്നെ ആരാധിപ്പാനും തങ്ങളുടെ ആയുഷ്കാലമെല്ലാം നിനക്ക് സേവനം ചെയ്യുവാനും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം കൃപ ചെയ്യണമേ. ആമേൻ. ലോകസമാധാനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവ രാജാവായി എന്നേക്കും വാഴുന്നു. യഹോവ തന്റെ ജനങ്ങൾക്ക് സമാധാനമാകുന്ന അനുഗ്രഹം നൽകും. സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഉറവയാകുന്ന സർവശക്തനായ ദൈവമേ, നിന്റെ സ്നേഹത്തെക്കുറിച്ചുള്ള അറിവുകൊണ്ട് ഭൂമി മുഴുവൻ നിറയുവോളം ശാന്തതയിൽ നിന്റെ രാജ്യം പുരോഗമിക്കത്തക്കവണ്ണം സകല മനുഷ്യരിലും സമാധാനത്തിനായുള്ള യഥാർത്ഥ വാഞ്ച ഉളവാക്കണമേ. എല്ലാ രാജ്യങ്ങളും നേതൃത്വം വഹിക്കുന്ന ഹൃദയങ്ങളെ വിശുദ്ധവും സമാധാനപരവുമായി ജ്ഞാനം കൊണ്ട് നടത്തണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം
ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. സഭയുടെ ഭരണസമിതിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഉള്ള യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. അവൻ നമ്മുടെ സഹായവും പരിചയവും ആകുന്നു. സൗമ്യതയുള്ളവരെ നീതിയിൽ നടത്തുകയും തന്നിൽ ആശ്രയിക്കുന്നവർക്ക് ഇരുട്ടിൽ വെളിച്ചമുദിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമേ, ഞങ്ങളുടെ എല്ലാ സംശയങ്ങളിലും നിശ്ചയമില്ലായ്മയിലും ഞങ്ങൾ എന്ത് ചെയ്യുവാൻ നിനക്കിഷ്ടമായിരിക്കുന്നുവെന്ന് ചോദിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരയണമേ. എല്ലാ തെറ്റായ തിരഞ്ഞെടുപ്പുകളിൽ നിന്നും വിടുവിക്കപ്പെടേണ്ടതിനും ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ നിൻ്റെ പ്രകാശത്തിൽ പ്രകാശം കാണുകയും നിൻ്റെ നേരായുള്ള പാതയിൽ ഞങ്ങൾ ഇടറിപ്പോകാതിരിക്കുകയും ചെയ്യുവാൻ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നുറുങ്ങിയ ഹൃദയമുള്ളവരെ അവൻ കടാക്ഷിക്കുന്നു, അവരുടെ രോഗമുഖയും സൗഖ്യമാക്കുന്നു. ജീവൻ്റെയും ആരോഗ്യത്തിൻ്റെയും ദാതാവായ സർവശക്തനായ പിതാവേ, സകല രോഗികളെയും ദുഃഖിതരെയും കരുണയോടെ ദർശിക്കണമേ. തിരുവിഷ്ടമായാൽ അവർ ശരീരത്തിലും ആത്മാവിലും സൗഖ്യം പ്രാപിച്ച് വിശുദ്ധ സഭയിൽ നിന്നെ സ്തുതിപ്പാൻ തക്കവണ്ണം അവരെയും അവരെ ശുശ്രൂഷിക്കുന്നവരെയും അനുഗ്രഹിക്കണമെന്ന് യേശു മിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. ആശുപത്രികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു, അവൻ നമ്മുടെ വ്യാധികളെ ചുമന്നു. നന്മ ചെയ്തും സകലവിധ രോഗങ്ങളെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ച യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവമേ, ഈ കാരുണ്യ പ്രവൃത്തി ഞങ്ങളുടെ ആശുപത്രികളിലും ആതുരാശാലകളിലും തുടർന്ന് കൊള്ളണമേ. രോഗികളെ സൗഖ്യമാക്കുകയും ആശ്വസിപ്പിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. വൈദ്യന്മാർക്കും പരിചാരകന്മാർക്കും ജ്ഞാനവും സാമർഥ്യവും സഹതാപവും ക്ഷമയും നൽകണമേ. വേദന ശമിപ്പിക്കുന്നതിനും ഇല്ലായ്മ ചെയ്യുന്നതിനും നിന്റെ സ്നേഹോദ്ദേശങ്ങളെ പുരോഗമിപ്പിക്കുന്നതിനും ശ്രമിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് യേശു മിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ദൂരസ്ഥരായ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവയുടെ ദയോ എന്നും എന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളിൽ നിന്ന് ദൂരെ ഇരിക്കുന്ന എല്ലാവരെയും നിൻ്റെ കരുണയുള്ള സംരക്ഷണയിലും കാവലിലും ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. നിന്നോടുള്ള സംസർഗത്തിൽ ഞങ്ങൾ സമീപസ്ഥരാകുന്നുവല്ലോ. തിരുക്കൂട്ടായ്മയിൽ നിരപ്പാൻ അവരെ സമ്മതിക്കരുത്. ധന്യവും പരിശുദ്ധവുമായ തിരുസംസർഗത്തിൽ ഞങ്ങളെയും അവരെയും കാത്തുകൊള്ളണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ജന്മനാൾ കൊണ്ടാടുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ നാളുകൾ പെരുകുന്നത് നിൻ്റെ കൃപ കൊണ്ട് മാത്രമാകുന്നുവല്ലോ. കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടിയ എല്ലാവരെയും ഞങ്ങൾ തിരുമുമ്പിൽ ഓർക്കുന്നു. പുതിയൊരാണ്ടിൻ്റെ ആരംഭത്തിലേക്ക് നീ അവരെ സുഖത്തോടും സമാധാനത്തോടും കൊണ്ടുവന്നിരിക്കുന്നതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കാലത്തെ അവരുടെ പാപങ്ങളെല്ലാം അവരോട് ക്ഷമിച്ച് അവരുടെ ആയുസ്സിൻ്റെ എല്ലാ നാളും അവരോടുകൂടെ ഇരിക്കണമേ. തിരുകൃപാപ്രകാശത്തിൽ അവരെ നടത്തുകയും മഹത്വരാജ്യത്തിനായി അവരെ ഒരുക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവും യേശു മിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. ഇന്ത്യ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. കർത്താവ്, ഇന്ത്യ രാജ്യത്തെ കരുണയോടെ കടാക്ഷിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഈ രാജ്യത്തുള്ള എല്ലാവരും ഒത്തൊരുമിച്ച് രാജ്യത്തിൻ്റെ ഭാരങ്ങളെ വഹിക്കുവാൻ പ്രാപ്തരാകേണ്ടതിന് ഞങ്ങളിൽ നിന്ന് സകല ഭിന്നതകളെയും ശണ്ടകളെയും നീക്കിക്കളയണമേ. ഈ രാജ്യത്തിൻ്റെ ക്ഷേമത്തിനായി ഓരോരുത്തരിൽ നിന്ന് ആവശ്യപ്പെടുന്ന സേവനം തങ്ങളുടെ പ്രാപ്തിക്കനുസരണമായി ചെയ്യുവാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ. പൊതു ആവശ്യ നിവൃത്തിക്കായി സകലവിധ സ്വാർത്ഥപരമായ നാസ്തി ഞങ്ങളിൽ ഇല്ലാതെയാക്കണമേ. ദർശനമില്ലാതിരിക്കുന്നിടത്ത് ജനങ്ങളും രാഷ്ട്രങ്ങളും നശിക്കുന്നതുകൊണ്ട് നിന്റെ സത്യത്തെയും നീതിയെയും കുറിച്ചുള്ള ദർശനം ഞങ്ങൾക്ക് നൽകണമേ. ഈ രാജ്യത്ത് അധികാരം വഹിക്കുന്ന എല്ലാവരും നേരായും പക്ഷപാതം കൂടാതെ ന്യായത്തെ നടത്തിപ്പാനായിട്ട് അവർക്ക് വേണ്ട ജ്ഞാനവും പരമാർത്ഥതയും നൽകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രത്യേകം അപേക്ഷിക്കുന്നു. പിതാവേ, നിന്റെ പുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹാ മൂലം ഇതിനെ നൽകണമേ. ആമേൻ. ഭരണാധികാരികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവ തൻ്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അവൻ്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. സർവശക്തനായ ദൈവമേ, മനുഷ്യവർഗം ശരിയായി ഭരിക്കപ്പെടേണ്ടതിന്
ഭരണാധിപന്മാർക്ക് ആധിപത്യം നൽകുന്നവൻ നീയാകുന്നുവല്ലോ. ഞങ്ങളുടെ ഈ ദേശത്തെ ഗവർണറെയും മന്ത്രിമാരെയും മറ്റ് ഭരണാധികാരികളെയും കൃപയോടെ കടാക്ഷിക്കണമേ. നീ അവരെ ഭരമേൽപ്പിച്ചിട്ടുള്ള അധികാരത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനും സമാധാനത്തിനും നന്മയ്ക്കുമായി ഉപയോഗിക്കുവാൻ ഇടയാകേണ്ടതിന് അവരുടെ ആലോചനകളെ തിരുഹിതപ്രകാരം ഭരിച്ചു നടത്തുവാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. ദക്ഷിണേന്ത്യാ സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. പെന്തക്കോസ്ത് നാളിൽ പ്രത്യാശയോടും ഐക്യത്തോടും കാത്തിരുന്ന സഭയ്ക്ക് നിന്റെ പരിശുദ്ധാത്മദാനത്തെ നൽകിയ ദൈവമേ, ഇവിടെ നിന്നെ ആരാധിക്കുന്നവരായ ഞങ്ങളെ അത്ഭുതകരമായ വിധത്തിലേക്ക് തൊഴുത്തിലേക്ക് നീ കൂട്ടിച്ചേർത്തിരിക്കുന്നുവല്ലോ. നിന്നിൽ നിന്ന് ഞങ്ങൾ വലിയ കാര്യങ്ങൾ പ്രതീക്ഷിപ്പാനും നിനക്കായി വലിയ കാര്യങ്ങൾ ഉദ്യമിപ്പാനും തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തിലും ആരാധനയിലും ആ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അങ്ങനെ ഞങ്ങൾ നിന്നിൽ ഒന്നായി തീർന്നിട്ട് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നീ അയച്ചുവെന്ന ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ കൃപ ചെയ്യണമേ. അവന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമുക്ക് വീണ്ടും പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഈ വിശുദ്ധ ദിവസം ദൈവത്തെ ആരാധിക്കുവാൻ ഭവനങ്ങളിൽ നമുക്ക് ദൈവം അവസരവും ആരോഗ്യം തന്നതിനായി വീണ്ടും സ്തോത്രം ചെയ്യാം. നമ്മുടെ ലോക രാജ്യങ്ങൾക്ക് വേണ്ടി, അതിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പാർക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടിയും നമ്മുടെ ചുറ്റുപാടുകൾക്ക് വേണ്ടിയും എല്ലാം നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. പ്രത്യേകാൽ COVID-19 പ്രയാസം അനുഭവിക്കുന്ന ലോകരാജ്യങ്ങൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. വിവിധ സ്ഥലങ്ങളിൽ പാർക്കുന്നതായിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും നമുക്ക് ഓർക്കാം. ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിലും ഓസ്ട്രേലിയയിലും അതുപോലെ തന്നെ സിംഗപ്പൂരിലും മറ്റ് പ്രദേശങ്ങളിലായിരിക്കുന്ന എല്ലാവരെയും ഓർക്കാം. കേരളത്തിന് പുറത്ത് പാർക്കുന്നതായിട്ടുള്ള കുടുംബാംഗങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യം സാധാരണഗതിയിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കേണ്ടതിന് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ സഭയുടെ എല്ലാ ആത്മീയ ഭൗതിക ശുശ്രൂഷകളെയും നമുക്ക് ഓർക്കാം. പ്രത്യേകാൽ വേർപാട് ദുഃഖത്തിലൂടെ കടന്നു പോകുന്നതായിട്ടുള്ള വെട്ടത്തുകളിൽ കുടുംബാംഗങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിച്ചതിൻ്റെ ധന്യമായ ജീവിതത്തെ നമുക്ക് ഓർക്കാം. ദൈവാസന്നിധിയിലേക്ക് ദൈവം വിളിച്ച് ചേർത്തു. മാനുഷികമായി നമുക്ക് ഭാരവും വേദനയും നിറയുന്ന നിമിഷങ്ങളാണ് ഈ സമയം. സഭയായി നമുക്ക് ഒരുമിച്ച് കുടുംബാംഗങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓമനാമയെ ഓർക്കാം, ജിനോയെ ഓർക്കാം, വിദേശത്തായിരിക്കുന്ന മക്കളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. സ്വർഗീയ ആശ്വാസം അവിടുന്ന് നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. സഹോദരങ്ങളെയും പ്രിയപ്പെട്ടവരെയൊക്കെ നമുക്ക് ഓർക്കാം. തുടർന്ന് അടുത്ത ദിവസം നടക്കേണ്ടതായിട്ടുള്ള സംസ്കാര ശുശ്രൂഷയിലൊക്കെ അദൃശ്യനായ ദൈവത്തിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യം ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് യാത്ര പറയുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിന്, എന്നിലും വിശ്വസിപ്പിനെന്നുള്ള ആ വലിയ വചനത്തിൻ്റെ ദൈവസാന്നിധ്യത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് യാത്ര പറയുവാൻ തക്കവണ്ണം കുടുംബാംഗങ്ങളെയും സഭയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പള്ളിയുടെ എല്ലാ ശുശ്രൂഷകളെയും നമുക്ക് ഓർക്കാം. സംഘടനകളെയും പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഗായിക സംഘത്തെയും സ്ത്രീയെന്ന സഖ്യത്തെയും യുവന പ്രസ്ഥാനത്തെയും സൺഡേ സ്കൂളിനെയൊക്കെ നമുക്ക് ഓർക്കാം. പ്രത്യേകാൽ പള്ളിയുടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അത് അനുഗ്രഹകരമായി പൂർത്തീകരിപ്പാൻ ദൈവം സഹായിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ചർച്ച് കമ്മിറ്റിയും ബിൽഡിംഗ് കമ്മിറ്റിയും ഒക്കെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കും. നമ്മുടെ ചുറ്റുപാടുകളെ നമുക്ക് ഓർക്കാം. ഇവിടെ പാർക്കുന്ന എല്ലാവർക്കും ആവശ്യമായ സമാധാനം നൽകണം. പ്രത്യേകാൽ ഈ പകർച്ചവ്യാധിയിൽ ജോലി നഷ്ടപ്പെടുമെന്നുള്ള ഭീഷണിയിൽ, സാമ്പത്തിക പ്രതിസന്ധിയിൽ, മറ്റ് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും വേണ്ടിയും ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ മഹായിടവയെ ഓർക്കാം. അധ്യക്ഷൻ തിരുമേനിയും പട്ടക്കാരെയും സഭാ ശുശ്രൂഷകരെയൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. സാധാരണ ആരാധനയിലേക്കും ശുശ്രൂഷകളിലേക്ക് മടങ്ങി വരുവാൻ സഭയെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. തുടർന്നുള്ള എക്സാം എഴുതാനായിട്ട് ഒരുങ്ങും നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർക്കാം. അതൊക്കെ ആരംഭിച്ച് എഴുതുവാൻ ദൈവം സഹായിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് ജന്മദിനവും വിവാഹവാർഷികമൊക്കെ ആഘോഷിക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. പുതിയ വർഷം അനുഗ്രഹകരമാക്കി ദൈവം നൽകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണകളുടെയും പിതാവേ, അയോഗ്യരായ ആരോടും സകല മനുഷ്യരോടും
നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്രകരണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയവും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത നിന്റെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിന് വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന് പ്രത്യാശയ്ക്ക് വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ നാളുകളൊക്കെയും വിശുദ്ധിയോട് നീതിയോട് നിന്റെ മുമ്പാകെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകല കരുണകളെയും കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരായ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇന്നിന്ന കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നുവെന്ന് കണ്ടറിയുവാനും അവയെ വിശ്വസ്തയോടെ നിവർത്തിപ്പാനും അവർ കൃപയും ശക്തിയും ലഭിപ്പാനും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം കൃപ അരുളണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും നമ്മുടെ ദേശത്തോടും നമ്മുടെ പ്രിയപ്പെട്ടവരോടും വിദേശത്തായിരിക്കുന്ന എല്ലാവരോടും സൗഖ്യത്തോടും സമാധാനത്തോടും കാലാവസാനം കൂടാതെ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.